പാഠം 227. കടുവയെ പിടിച്ച കിടുവ. മോഹനേട്ടാ, നീ പത്രം കണ്ടോ ഭാമേ? കൊള്ള, കൊല, പിടിച്ചുപറി, അക്രമം. ഇങ്ങനെ പോയാൽ നമ്മളെപ്പോലവർ എങ്ങനെ ജീവിക്കും? ഇത് പുതിയ സംഭവമൊന്നുമല്ലല്ലോ മോഹനേട്ടാ. മനുഷ്യനുണ്ടായ കാലം മുതലേ നിലവിലുള്ളതാണ് ഇതൊക്കെ. മനുഷ്യനുള്ളിടത്തോളം കാലം ഇതൊക്കെ നിലനിൽക്കുകയും ചെയ്യും. നീ അതേ പറയൂ. കാരണം കൊള്ളയും കൊലയും അക്രമവും ഇല്ലെങ്കിൽ നിന്നെ പോലുള്ള വക്കീലന്മാർ എങ്ങനെ ജീവിക്കും? സത്യം പറഞ്ഞാ ഇപ്പോ ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരാൻ കാരണം തന്നെ നിങ്ങളെപ്പോലെ വക്കീലന്മാരാണ്. ഞങ്ങളോ? അതെ. എന്ത് ചെയ്താലും നിങ്ങളെപ്പോലുള്ള ചില വക്കീലന്മാർ രക്ഷിച്ചുകൊള്ളും എന്ന ചിന്തയാണ് പലരെയും കൊണ്ട് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. കുറ്റം ചെയ്യുന്നവരെ സഹായിക്കില്ല എന്ന് വക്കീലന്മാർ തീരുമാനിച്ചാൽ ഇതുപോലുള്ള കുറ്റവാളികൾ കുറ്റം ചെയ്യാൻ മടിക്കും. കൊള്ളാം, നല്ല ന്യായം. ഇങ്ങനൊരു ന്യായം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. വക്കീലന്മാരുള്ളത് കൊണ്ടാണ് കുറ്റകൃത്യം നടക്കുന്നതെന്ന്. മോഹനേട്ടാ, അതല്ല സത്യം. കുറ്റകൃത്യം നടക്കുന്നത് കൊണ്ടാണ് വക്കീലന്മാരും പോലീസും കോടതിയും ഒക്കെ ഉണ്ടായത്. മനുഷ്യൻ മനുഷ്യനായിരിക്കുന്നിടത്തോളം കാലം കുറ്റം ചെയ്യാനുള്ള വാസനയും ഉണ്ടാവും. അതൊരു പരിധി വരെ ഒഴിവാക്കുന്നത് കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമേ എന്നുള്ള ഭയം കൊണ്ടാണ്. പക്ഷേ കുറ്റം ചെയ്ത പലരും ശിക്ഷിക്കപ്പെടുന്നില്ലല്ലോ. നിങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങിയിരിക്കല്ലേ. ഒരാൾ കുറ്റം ചെയ്തു എന്ന് കോടതിക്ക് തോന്നിയാൽ ഉറപ്പായി ശിക്ഷിക്കും. പക്ഷേ അങ്ങനെ തോന്നിക്കേണ്ടത് പോലീസിന്റെ ജോലിയാണ്. പോലീസ് അവരുടെ ജോലി കൃത്യമായി ചെയ്യാത്തതിന് വക്കീലന്മാരെ പറയുന്നതിനാണ്. അപ്പോ സാർ ഇവിടെ ഇരുന്ന് ഈ കഥയൊക്കെ വായിച്ച് പഠിക്കേ. എന്നിട്ട് വക്കീലന്മാരെ എങ്ങനെയൊക്കെ കുറ്റം പറയാമെന്ന് ആലോചിക്കേ. ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്ക് കാരണം വക്കീലന്മാരാണല്ലോ. ഹിറ്റ്ലർ യഹൂദരെ കൂട്ടക്കൊല ചെയ്തത് വക്കീലന്മാര് കാരണമാണ്. അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും യുദ്ധം ഉണ്ടായതും വക്കീലന്മാര് കാരണമാണ്. ജപ്പാനിൽ സുനാമി ഉണ്ടായതും വക്കീലന്മാര് കാരണമാണ്. ഗുജറാത്തിൽ പ്ലേഗ് വന്നതും മഹാരാഷ്ട്രയിൽ ഭൂമികുലുക്കം ഉണ്ടായതും ഒക്കെ വക്കീലന്മാര് കാരണമാണ്. അങ്ങനെ 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 പലതും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ചായ ഉണ്ടാക്കിയത് ഒരു വക്കീലാണ്. അപ്പൊ അത് സൂക്ഷിച്ചു കുടിക്കണം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഈശ്വര. ഹലോ. ആ ഉത്തമ, എന്താ പ്രശ്നം? ആണോ? ഇതുപോലത്തെ കേസൊക്കെ ഞാൻ നോക്കണം ഉത്തമ. ഓ ശരി, ഏതായാലും ജാമ്യത്തിനാണ് റെഡിയാക്കിയോ? ആണോ? ശരി, ആയിക്കോട്ടെ. എന്താണ് ജാമ്യക്കേടെ കാര്യമൊക്കെ പറയുന്നു? കൊലക്കേസോ മോഷണ കേസോ? രണ്ടുമല്ല, തട്ടിപ്പ്. ആര് ആര് എന്ത് തെറ്റിച്ചു? ടൗണിൽ ഫിനാൻസ് കമ്പനി നടത്തുന്ന പുരുഷോത്തമൻ മോഹനേട്ടൻ അറിഞ്ഞൂടെ? അറിയാം. അവന്റെ കമ്പനിക്ക് നീയെ ഫിനാൻസ് കമ്പനി എന്ന് പറയൂ. ഞാൻ പറയുന്നത് ബ്ലേഡ് കമ്പനി എന്നാണ്. അവൻ ഭയങ്കര തട്ടിപ്പുകാരനാണ്. ഇപ്പോഴേ അവ അകത്ത് പോയല്ലോ എന്നാ എനിക്ക് സങ്കടം. പുരുഷോത്തമൻ അല്ല അകത്ത് പോയത്. പുരുഷോത്തമന് ഒരനിയനുണ്ട്, സുധാകരൻ. അയാളെയാണ് പോലീസ് പിടിച്ചത്. പിടിക്കും, അവനെയും പോലീസ് പിടിക്കും. ഈ പറയുന്ന സുധാകരനെയും എനിക്കറിയാം. പേരും കള്ളനാവൻ. കഴിഞ്ഞ ആഴ്ച ബാർബർ ചെല്ലപ്പന്റെ മകന് സർക്കാർ സർവീസിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ സുധാകരൻ 75,000 രൂപ വാങ്ങി. മുടി വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കാര്യം അറിയുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞു, ചെല്ലപ്പൻ ചേട്ടാ അങ്ങനെ കാശ് കൊടുത്താലൊന്നും സർക്കാർ ജോലി കിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചെല്ലപ്പൻ ചേട്ടന് സുധാകരനെ ഭയങ്കര വിശ്വാസമാണെന്ന്. അനുഭവിക്കുമ്പോ പഠിച്ചോളൂനൊക്കെ. ഈ ചെല്ലപ്പൻ തന്നെയാണ് ഇപ്പൊ പരാതിക്കാരൻ. സുധാകരൻ കാശ് തട്ടിച്ചു എന്ന് പറഞ്ഞ് ചെല്ലപ്പൻ കേസ് കൊടുത്തു. ഒരു കേസ് രജിസ്റ്റർ ചെയ്തതോടെ കേസിന്റെ പുകിലായില്ലേ. ഇതുവരെ 9 കേസായെന്നാ കേട്ടത്. അപ്പോ സാധുക്കളായ ആളുകളെ പറ്റിച്ചിട്ടോടിയ സുധാകരന് ജാമ്യമെടുക്കാനാണ് നീ പോകുന്നത്? പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ ഉത്തമൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്?
ഈ പറയുന്ന ഉത്തമൻ കുറച്ച് വിഷം വാങ്ങി തന്നിട്ട് നിന്നോട് തിന്നാൻ പറഞ്ഞാൽ നീ തിന്നോ? എന്താ വിഷം തിന്നാ ഞാൻ ചത്തുപോയില്ലേ? അങ്ങനെയുള്ള ഒരു തരം വിഷമാണ് ഈ പറയുന്ന സുധാകരനും. പാവപ്പെട്ട മനുഷ്യരെ പറഞ്ഞു പറ്റിച്ച് അവരുടെ കാശ് തട്ടിയെടുക്കുന്നവനാണ് ഈ കള്ളൻ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നാട്ടുകാരുടെ മുടിവെട്ടിയും ഷേവ് ചെയ്തും പാവം ചെല്ലപ്പനുണ്ടാക്കിയ 75,000 രൂപ ഒരു ദയവുമില്ലാതെ തട്ടിയെടുത്ത സുധാകരനെ നീ ജാമ്യത്തിലെടുക്കാന്ന് പറഞ്ഞാല്? ജാമ്യത്തിൽ ഇറക്കിയില്ലല്ലോ. ജാമ്യാപേക്ഷ കൊടുക്കുന്നു. ജാമ്യം കൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. ജാമ്യാപേക്ഷ കൊടുക്കുന്നത് പോലും ശരിയല്ലല്ലോ. നീ അയാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായാൽ അയാൾ ചെയ്തതിനെ നീ അനുകൂലിക്കുന്നു എന്നല്ലേ അർത്ഥം? മഹാത്മാഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും കൊന്ന കേസിലെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ വക്കീലമാര് ജാമ്യാപേക്ഷ കൊടുത്തിരുന്നു. അവരൊക്കെ കൊലപാതകത്തെ അനുകൂലിക്കുന്നു എന്നാണോ അതിനർത്ഥം? പക്ഷേ ഭാമേ, എന്തൊക്കെ പറഞ്ഞാലും സുധാകരന് വേണ്ടി നീ കേസ് വാദിക്കരുത്. അവൻ ബാർബർ ചെല്ലപ്പനെ പറ്റിച്ചവനാണ്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ 75,000 രൂപ ഈ സുധാകരൻ വന്ന് ചോദിച്ചപ്പോഴേ അങ്ങ് എടുത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു ചെല്ലപ്പനോട്? ഇല്ലല്ലോ. പറ്റിക്കപ്പെടലിന് തയ്യാറായി ചെല്ലപ്പനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഉള്ളപ്പോ തട്ടിപ്പുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ ഞാൻ സുധാകരന്റെ കേസ് വാദിക്കുന്നതിന്റെ പേരിൽ ഷേവ് ചെയ്യുമ്പോ ബാർബർ ചെല്ലപ്പൻ മോഹനേട്ടന്റെ കഴുത്തിൽ കത്തി വെക്കുമെന്നാണ് പേടിയെങ്കിൽ ഇനി ചെല്ലപ്പന്റെ അടുത്തേക്ക് പോവണ്ട. ഞാൻ എന്തായാലും സുധാകരന്റെ കേസ് വാദിക്കും. ഉത്തമന അവനോട് പറഞ്ഞിട്ടില്ല കാര്യം. അതെ, ഞാൻ വക്കീലിന്റെ വീട്ടിൽ നിൽക്കുകയാണ്. എന്റെ പുരുഷോത്തമ, നീ എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. തൊഴിൽ കൊടുക്കാന്ന് പറഞ്ഞ് നിന്റെ അനിയൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചതേ എന്നോട് ചോദിച്ചിട്ടല്ലോ. ഒക്കെ ഞാൻ ശരിയാക്കി തരാന്ന് നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. വക്കീലിന് മാത്രം കണ്ടാ പോരെന്ന്. ഞാൻ ജാമ്യം നിൽക്കണമെങ്കിൽ കരം തീർന്ന രസീത് വേണ്ടേ? അതിന് മോഹനേഷ് സാർ വിചാരിക്കണം. മോഹനേഷ് സാർ വിചാരിക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. മോഹനേഷ് സാർ വിചാരിക്കില്ല. കട്ട് ചെയ്തോ സാറേ. നമ്മുടെ ബ്ലേഡ് കമ്പനി നടത്തുന്ന പുരുഷോത്തമന്റെ അനിയൻ സുധാകരൻ പോലീസ് ഏതോ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ നിന്ന് കാശ് വാങ്ങിച്ചെന്നാണ് കേസ്. അവനെ ജാമ്യത്തിൽ ഇറക്കണം. കേസ് വാദിക്കാതെ വക്കീൽ സമ്മതിച്ചു. ഇനി ഒരു ജാമ്യക്കാരനെ വേണം. അങ്ങനെ ആരും ഇല്ലേ? ഉണ്ട്, ഞാൻ തന്നെ ജാമ്യക്കാരൻ. സാറെ പറഞ്ഞു വരുമ്പോ ഈ പുരുഷോത്തമൻ ഒരു ഉപകാരിയാണ്. എനിക്ക് അപ്പോഴപ്പോഴും കാശിന്റെ അത്യാവശ്യം വരുമ്പോ മറിച്ച് തരുന്നത് ഈ പുരുഷോത്തമനാണ്. ഞാൻ ജാമ്യം നിന്നോളാം, പക്ഷേ കരം അടച്ച് രസീതില്ല. ഉത്തമ ഇക്കൊല്ലത്ത് കരം അടച്ചാണല്ലോ. കരം അടച്ചതാണ്, പക്ഷേ രസീത് വീട്ടിലൊന്നും കാണാനില്ല സാറേ. അപ്പൊ പിന്നെ അങ്ങനെ ജാമ്യം നിൽക്കും? സാറേ, ഞാൻ ഒന്നുകൂടെ കരം അടയ്ക്കാം. ഒരു രസീത് ഇവിടെ തന്നാ മതി. നടക്കില്ല. ഒരാൾ ഒരു വസ്തുവിന് 1 വർഷം 1 പ്രാവശ്യം കരമടച്ചാൽ മതി. ഒന്നും കൂടെ കരമടയ്ക്കാൻ ഉത്തമൻ തയ്യാറാണെങ്കിൽ വില്ലേജ് ഓഫീസർക്ക് പിന്നെന്താ കുഴപ്പം? അത് പറ്റില്ല. പറ്റും. ഒരാവശ്യം വരുമ്പോ അങ്ങനെ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. ഉത്തമ വില്ലേജ് ഓഫീസറിലേക്ക് ചെന്നാ മതി. സാറ് രസീത് തരും. അതല്ല, കരമടയ്ക്കാൻ വില്ലേജ് ഓഫീസർ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഒരു വക്കാലത്ത് ഒപ്പിട്ട് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാറേ സാറേ, ഒരാളെ ജാമ്യത്തിൽ ഇറക്കുന്ന കേസല്ലേ സാറേ, ഇപ്പൊ ഉടക്കിടരുത്. ഉത്തമൻ ജാമ്യത്തിൽ ഇറക്കാൻ പോകുന്നത് നിരപരാധിയെയോ പാവപ്പെട്ടവനല്ലോ, ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന ഒരു തട്ടിപ്പുകാരനെ. അത്തരക്കാർക്ക് വേണ്ടി ജാമ്യം നിൽക്കാൻ ഉത്തമന് ലജ്ജയില്ലേ? ഇതിപ്പോ ലജ്ജയുടെ പ്രശ്നമൊന്നും അല്ല. ഈ പുരുഷോത്തമൻ എനിക്കൊരു സഹായിയാണ്. പക്ഷേ പുരുഷോത്തമൻ സമൂഹത്തിനൊരു ശല്യമാണ്. അതുകൊണ്ട് അയാളുടെ അനിയൻ 2 ദിവസം അകത്ത് ഇറങ്ങട്ടെ. ഉത്തമന്റെ കരം വാങ്ങുന്ന പ്രശ്നമില്ല. അല്ല സാറേ, മോഹനേട്ടാ, എന്ത് വാശി ആവശ്യത്തിനാവാം. ആവശ്യത്തിനെ അത് പാടുള്ളൂ. അല്ലാതെ ഒരു വില്ലേജ് ഓഫീസറാണെന്ന് കരുതി ലോകം മുഴുവൻ സ്വന്തം കാൽക്കീഴിലാണ് എന്ന് കരുതരുത്. കരമടച്ചത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. മോഹനേട്ടൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് പൊതുപ്രവർത്തകരാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്നൊക്കെ. ഈ പറയുന്ന ഉത്തമൻ ഈ പൊതുജനത്തിൽപ്പെട്ട ഒരാളാണ്. അയാൾക്ക് അയാളുടെ ഭൂമിയുടെ കരമടയ്ക്കണം. അതെന്തിനാണെന്നുള്ളത് ഉത്തമന്റെ മാത്രം പ്രശ്നമാണ്. ചിലപ്പോ ആ കരമടച്ച രസീത് കൊണ്ട് അയാൾ ആർക്കെങ്കിലും ജാമ്യം നിൽക്കും. ചിലപ്പോ അയാൾ അത് കത്തിച്ചു കളയും. വില്ലേജ് ഓഫീസർ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ രസീത് കൊടുത്തില്ലെങ്കിൽ ഉത്തമൻ എന്ത് ചെയ്യും? ഇതിന് മിതമായ ഭാഷയിൽ ഒരു ഉത്തരമേ ഉള്ളൂ. പക്ഷെ ഞാനത് പറയുന്നത് ശരിയാണോ? എങ്കിലും
മോഹനയുടെ രസീത് കൊടുക്കാതിരിക്കുമ്പോ ഉത്തമൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാം. എന്ത് ചോദ്യം? എന്റെ ഭൂമിക്ക് ഞാൻ കരം തീർക്കുമ്പോൾ അത് വാങ്ങി രസീത് തരാതിരിക്കാൻ വില്ലേജ് ആഫീസ് മോഹനകൃഷ്ണ സാറിന്റെ അച്ഛന്റെ വകയാണോ എന്ന് ചോദിച്ചത് ഞാനല്ല. ഉത്തമൻ അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഉത്തമനോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ആ രസീത് കൊടുക്കില്ല എന്ന് പറഞ്ഞത്. അതായത് ഈ സുധാകരൻ പണ്ടേ ഒരു തട്ടിപ്പുകാരനാ. ഇപ്പോ നീയും ഉത്തമനും കൂടി അയാളെ ജാമ്യത്തിൽ ഇറക്കി എന്ന് കരുതുക. അയാൾ മുങ്ങിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? ജാമ്യം നിന്നാ ഉത്തമൻ കുഴപ്പത്തിലാവില്ലേ? സുധാകരനെ കിട്ടാതെ വരുമ്പോ ഉത്തമൻ അകത്തു പോയാലോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ആർക്കെങ്കിലും ജാമ്യം നിൽക്കുമ്പോ അയാളെ പറ്റി നമുക്ക് നല്ല ബോധ്യം വേണം. സുധാകരനെ പോലുള്ളവർക്ക് ജാമ്യം നിന്നാൽ ഒടുവിൽ സുധാകരന് പകരം ഉത്തമൻ ജയിലിൽ കിടക്കേണ്ടി വരും. മോഹനേട്ടാ, നമ്മളൊരാൾക്ക് വേണ്ടി ജാമ്യം നിന്നിട്ട് അയാൾ മുങ്ങിയാലും നമ്മൾ ജയിലിലൊന്നും പോവില്ല. എത്ര രൂപയുടെ ആൾ ജാമ്യമാണോ ആ കാശ് കെട്ടിവെക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഒരു തട്ടിപ്പുകാരന് ജാമ്യം നിന്ന് ആ പണം കളയേണ്ട കാര്യം നമുക്ക്. ജാമ്യത്തിൽ ഇറങ്ങിയാൽ സുധാകരൻ മുങ്ങും ഉറപ്പ്. സാറേ, എന്ത് പോയില്ലേ? അത് ഉത്തമനൊന്നുമല്ല, വേറെ ആരോ ആണ്. നോക്ക്. എന്തൊക്കെയാണ് സാറേ വിശേഷങ്ങള്? ഇപ്പൊ പോസ്റ്റ് ഓഫീസിന്റെ ഭാഗത്തേക്കൊന്നും കാണാറില്ലല്ലോ. എനിക്ക് പോസ്റ്റ് ഓഫീസിലല്ലല്ലോ ജോലി, വില്ലേജ് ഓഫീസിലല്ലേ. എന്താ ശശാങ്ക വന്നത്? ഒരു രജിസ്റ്റേർഡ് ഉണ്ട് സാറേ. സാറിന് തന്നെ. എന്താ കാര്യം? അത് തുറന്നു നോക്കിയാലല്ലേ അറിയത്തുള്ളൂ. പോസ്റ്റ്മാന് തുറന്നു നോക്കാനുള്ള വകുപ്പില്ല. ഇവിടെ ഒന്ന് ഒപ്പിട്ട് വരെ. എന്തേലുണ്ട് പേന? ശരി സാർ. ജില്ലാ സഹകരണ ബാങ്ക്. അവിടെ നിന്ന് എനിക്ക് എഴുത്തയക്കേണ്ട കാര്യം എന്താ? ഇതെന്താ അക്രമം? ഈശ്വര, അപ്പോ സദാശിവൻ കാശടച്ചില്ലായിരുന്നു. ഭാമേ.